ഇവനുള്ള സത്യം പറഞ്ഞോ ഇല്ല? ഇല്ല സാർ. എന്താടാ, നിനക്ക് വേണ്ടി ചേച്ചിയും എസ് പിയും വന്ന് സംസാരിച്ച ഞാനങ്ങ് വെറുതെ വിടുമെന്ന് വിചാരിച്ചോ നീ? ഇന്നത്തെ ദിവസം സാക്ഷാൽ ഈശ്വരൻ തന്നെ വന്ന് പറഞ്ഞാലും നീ ഇവിടുന്ന് പുറത്തേക്ക് പോവില്ല. സത്യം പറയുന്നോ അതോ എൻകൗണ്ടറിൽ കൊന്നു കളഞ്ഞേക്കട്ടെ? ഇപ്പൊ സത്യം പറയുന്നോ അതോ നിന്നെ കൊന്നു കളയട്ടെ ഞാൻ? സത്യം പറയാൻ. ഏയ്, ആ ക്യാമറ ഓൺ ചെയ്യ്. രാമയ്യ സാർ, ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്ക്. ജഡ്ജി സാറിന് കാണേണ്ടതല്ലേ? ഇനി പറ. ചേച്ചി, ചേച്ചി, ആടി ഞാൻ നിങ്ങളെ അടിച്ച് തെറ്റ് തന്നെയാ സാർ. എന്നെ വെറുതെ വിട്ടേക്ക് സാർ. എന്നെ ഒന്നും ചെയ്യില്ല സാർ, പ്ലീസ് സാർ. എന്തൊരു അഭിനയടി! നീ എന്നോട് കെഞ്ചുന്നത് പോലും എനിക്ക് അത്ര ഇഷ്ടമാടി. എവിടെ പേടി നിന്റെ അഹങ്കാരം? നീ വേണ്ട വേണ്ട എന്ന് പറയും തോറും എന്റെ ആഗ്രഹം കൂടി വരാ. എത്ര അഹങ്കാരം നിനക്ക്! എന്റെ മേലെ കൈവയ്ക്കണം. ഹലോ ചേട്ടാ, ചേട്ടാ. സ്വപ്ന, 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 സ്വപ്ന. ചേട്ടാ, എന്ത് പറ്റി മോളെ? എന്തിനാ ഇവിടെ വന്നേ? ചേട്ടാ, അവിടെ വിജയിച്ചിനെ വിജയ്ക്ക് എന്ത് പറ്റി? അവിടെ നടന്ന് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു ചേട്ടാ. എന്ത് പറ്റി പറ മോളെ. ഞാൻ പോയി എന്തെങ്കിലും ചെയ്യുന്ന വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ത് വീഡിയോ? ഈ വീഡിയോ ആരെങ്കിലും കാണിച്ചോ? ഇല്ല ചേട്ടാ. ഞാനിപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് കാണിച്ച് കേസ് കൊടുക്കാം മോളെ. ഞാനും വരാം. നീ വന്നാലും അനാവശ്യമായിട്ട് ഓരോന്നും ചോദിച്ച് നിന്നെ വിഷമിപ്പിക്കും മോളെ. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ വരാം. നീ ഇവിടെ തന്നെ നിൽക്ക്, എവിടെയും പോലെ മോളെ. അവന്മാരുടെ ആളുകൾ ആരെങ്കിലും നിന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും മോളെ. നീ ഇവിടെ തന്നെ നിൽക്ക്.
ചാച്ചി, നമ്മുടെ ചെക്കൻ കൈകാര്യം ചെയ്തിട്ട പെണ്ണില്ലേ, ആ പെണ്ണിന്റെ കുടുംബക്കാരൻ വന്നിട്ടുണ്ട്. അവിടെ നിൽക്ക്. ആരെയാ വേണ്ടേ? മാഡത്തിനെ കാണണം എനിക്ക്. പറ്റില്ല. ഏയ് അവനെ ഇങ്ങോട്ട് വിട്. നിന്റെ അനിയൻ എവിടെ? എന്താടാ നിന്റെ അനിയത്തി കുട്ടിയുടെ കാര്യം അറിഞ്ഞു വന്നാണോ? യെസ്, വിത്ത് പ്രൂഫോടെയാ വന്നിരിക്കുന്നത്. അവൾ എന്ത് തെറ്റാണ് ചെയ്തേ? ഒരു പാവം പെണ്ണിനെ പിച്ചി ചീന്തി എറിഞ്ഞില്ലടാ നീയൊക്കെ. ഇത് ഞാൻ മീഡിയയ്ക്ക് കൊടുത്ത നിന്റെ ജീവിതം എന്താവെന്ന് ആലോചിച്ച് നോക്കിയോ? എന്ത് ധൈര്യടാ എനക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ ചേച്ചിയുടെ മുന്നിൽ വെച്ച് എന്നെ വിരട്ടുന്നോടാ നീ? ഏയ് എന്താടാ നോക്കിക്കുന്നേ? അടിച്ചു കൊല്ലടാ അവനെ. എടാ ഒന്ന് ക്ഷമിക്കടാ ചേച്ചി. മോനെ, നിനക്ക് അവന്റെ മുഖത്തുള്ള ദേഷ്യം മാത്രമേ കാണാൻ പറ്റൂ. എന്നാൽ എനിക്ക് അവന്റെ കണ്ണിലെ ആഗ്രഹം അറിയാൻ പറ്റുന്നുണ്ട്. എന്ത് വേണം നിനക്ക്? നീതി വേണം. ഏതു തരം നീതി? കോടതിയിൽ നിന്ന് കിട്ടുന്ന നീതി വേണോ, അതോ ഈ രത്നപ്രഭയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നീതി വേണോ? എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന നീതിയാണ് വേണ്ടത്. എത്ര വേണം? ഇവനോടൊന്ന് സംസാരം ചേച്ചി. ഇവനെ കൊന്നിട്ട് ആ വീഡിയോ നമുക്ക് നശിപ്പിക്കാം. നിനക്ക് ആവേശം ഇത്തിരി കൂടുതലാ. ഇവൻ ഇതുപോലെ എന്തൊക്കെ തെളിവ് ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയണ്ടേ? കണ്ടിട്ട് നമുക്ക് പറ്റിയ ആളായിട്ടാ തോന്നുന്നേ. കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാ വിശ്വാസത്തോടെ നമ്മുടെ കാൽ ചൂട്ടി കിടന്നോളും. അതും ശരിയാ ചേച്ചി. നിങ്ങൾക്ക് ബുദ്ധി കൂടുതലാ മാഡം. നേരിട്ട് കണ്ട ഒരു സാക്ഷിയുണ്ട്, അതിനും കൂടെ ചേർത്തൊരു റേറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്താ. സിംഹത്തിന്റെ ഗുഹയില് മാൻ വന്നു പെട്ടതുപോലെ തനിയെ വന്ന് കേറിയിട്ടുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ വന്നില്ലേ മോളെ? ഇവിടെ നടന്നതെല്ലാം നീ കണ്ടോ മോളെ? നീ എന്നോട് അവിടെ തന്നെ നിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നിയതാടാ. അതുകൊണ്ടാ ഞാൻ നിന്നെ ഫോളോ ചെയ്തു വന്നേ. സാധനങ്ങൾ വിൽക്കുന്നവന് വ്യാപാരി എന്ന് പറയും, പെണ്ണുങ്ങളെ വിൽക്കുന്നവന് ബ്രോക്കർ എന്ന് പറയും. നിന്നെ പോലുള്ളവന്മാരെ എന്താ വിളിക്കണമെന്നറിയോ? മാനമറ്റ് ജീവിക്കുന്ന ചെറ്റാന്ന് വിളിക്കണം. എടി പന- ഏയ് എന്തിനാ അവളെ കൊന്നുകളഞ്ഞേ? നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യാൻ മോളെ? അതിപ്പോ ഞാനങ്ങ് ചെയ്തു സാർ. സാർ, എന്തിനാ സാർ നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കുന്നത്? നീ പേടിക്കണ്ട. നീ കാല് മാറോന്നുള്ളൊരു സംശയം കൊണ്ടാ ഒരു സേഫർ സൈഡായിട്ട് വെച്ചിരിക്കുന്ന. അനിയത്തിയുടെ കഥ കഴിഞ്ഞു. അമ്മയുടെ കാര്യം എന്തായി? അനിയ, നാഗരാജന്റെ പെർഫോമൻസ് നീ കണ്ടില്ലേ? താങ്ക്സ് മാഡം, പോയിട്ട് വരാം. ഇതാ സാർ സംഭവിച്ചത്. പറഞ്ഞൊക്കെ റെക്കോർഡായില്ലേ? ആയി സാർ.